മൊയ്തോ നല്ല വർത്തന്നെ ഓടുന്ന വരുന്ന ഇപ്പൊ ഈ നേരത്തെ ഞാൻ കുറച്ച് സാധനം വാങ്ങാനേ. ഞാനിപ്പോ ഈ പീടെടുക്കാൻ വേണ്ടി കാത്തിക്കാണേ. അത് തുറക്കൂല. ഇന്നലെ ഒരു നേരം കാത്തിക്കണ്ട് ഞാൻ. എന്താ ഓന് തന്നെ ഇപ്പൊ ഒന്നായിട്ട് പകർച്ചവാദിയല്ലേ. വേണം ആകെ ഇന്റർലോക്ക് ആക്കിയില്ല. ഇപ്പൊ ഇന്റർലോക്ക് അല്ല, ലോക്ക്ഡൗൺ. എന്തായാലും അത് ബാക്കിയല്ലോ. അപ്പോ ഇവിടെത്തപ്പോ സഞ്ചിയില് ഇവിടുത്തെ സാധനം കിട്ടിയപ്പോ നിങ്ങക്ക്? അതാ കുട്ടിയാലിന്റെ വീട് തുറന്നു. ഓൻ തുറന്നിക്കണില്ലേ? അവിടേക്ക് വെക്കോ, അതാ നല്ലത്. പോലീസുകാരെ കൊണ്ടേ, പോലീസുകാരെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമാണ് ഇപ്പല്ലോ, നിയമല്ലങ്ങളാണല്ലോ ഇപ്പൊ ഒക്കെ ഉള്ളതൊക്കെ. ആൾക്കാർ ഇങ്ങനെ പുറത്തൊക്കെ ഉണ്ടാവും. പകർന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയണ്ട, ഈ മാസ്ക് അത് വേണം. അതുകൊണ്ട് തന്നെയാണ് വേറെ കുട്ടിയാലിന്റെ വീടി കണ്ട് വെക്കോ. അവിടെ എന്നിട്ട് കാര്യമില്ല. വല്ലോം പോയപ്പോ വല്ലം പോയി കണ്ടില്ലേ നിങ്ങളെ? കണ്ടേന്. ഓൻ ലീവ് കുറവാന്ന് നിന്നോട് ഞാനാട്ടെ പോട്ടെട്ടാ. ഞാനും പോവാ. ഞാൻ എന്നാലും അങ്ങട്ടെ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. കട്ടക്കാലം 2000 ഏത് അടുപ്പെന്ന് തന്നെ ഇപ്പം ഒപ്പിച്ച് കൊടുക്കുക. ബാപ്പയായിട്ട് തന്നെ ഇപ്പം അത് അറിഞ്ഞാൽ അതായതും വലിയ കട്ടക്കാലവും. അങ്ങാടിക്ക് പോകണ്ടില്ലേ കുടുങ്ങി മനുഷ്യൻ. ബാപ്പ എന്നിട്ട് ഇപ്പം നടുപ്പുറം പൊളിച്ചു. പാമ്പ് ഇറങ്ങിയായി ചെത്താടാ ഇവിടെ ഈ പെരന്റെ മുന്നിൽ കിടക്കട്. അവത്തോട് സ്ഥലം ഞങ്ങക്ക് വണ്ടി എങ്ങനെയാടാ അവിടെ എത്തി? ഞാന് അങ്ങാടിക്ക് പോയി. അങ്ങാടിക്ക് ആരാ എനിക്ക് ചാവി എന്തായി? എനിക്ക് പണിയില്ലെന്ന്. തന്നോ ബാബുവാ, ഇതില ഇമ്മൂട്ടിന്റെ നമ്പർക്കൊന്ന് അടിച്ചാ ഇവിടെ എന്നാ. ഹലോ, ഇത് സ്വിച്ച് ഓഫ് ആടാ. അല്ല, നമ്മളെ ബാലൻ പറഞ്ഞല്ല, ചായപ്പീടിയല്ലേ ബാലന്. എന്നാ പോലീസ് എന്താ മുടിച്ചു? അത് പിടിച്ചു വാപ്പേ. അതുപോലെ 2000 റുപ്യ ഫൈൻ നിൽക്കണേ. അടച്ചോനെ, എന്തിന്? ഞാൻ ഹെൽമെറ്റ് വണ്ടിമില് വെച്ചീന്, പക്ഷെ തലയിൽ കൗത്താൻ മറന്നു. ഹെൽമെറ്റ് ഇല്ലാച്ചിട്ട് 2000 റുപ്യ വരില്ലല്ലോ. പേപ്പറൊക്കെ റെഡിയാണുള്ളത്. വേറെ എന്തേനി? പിന്നെ എൻ്റെ കൂട്ടത്തില് അബ്ബാസാജിന്റെ സുലൈമാനും പിന്നെ മറ്റേ ബനും ഉണ്ടേനി. 3 ആളാ വണ്ടിപ്പേര് ഇറങ്ങാറുണ്ടാക്കാൻ. മാന്റെ മൂന്ത പോയി. ആ കായ് ഞാൻ അടക്കുക. അത് ഞാൻ തന്നെ അടക്കണ്ടേ? അല്ലോ ഇറങ്ങിട്ട് ഇപ്പൊ എന്തായി? ചീട്ടോടെ? ചീട്ട് വണ്ടിയിലാ. വണ്ടിയില് ആ സർപ്പിനെ ഒന്ന് വിളിച്ചാ എന്നിട്ട് വാ. ആൻ്റെ ഒരു തുണി അഴിച്ച് ഞാനേ കിട്ടിയാ. ഹലോ സർപ്പാ. മൊയ്തേജിയാണ്. പിന്നെ നമ്മളെ കുട്ടിയെ ആ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് 3 ആളെയും വെച്ച് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഇപ്പൊ 2000 റുപ്യ പോലെ എഴുതി കൊടുത്തിരുന്നു. അപ്പൊ എന്താ ഒന്ന് കുറക്കാൻ വയ്യണ്ട സപ്പോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓരോ ഇറങ്ങേറുണ്ടാക്കിക്കാണ്ട് അപ്പൊ നോക്കാന്ന് പറയാണ്. ഞാനും വേണം, നോക്കിയാലും വേണം, ഞാൻ കൈ കൊടുക്കുക. മാസ്ക് ഉണ്ട് ഇവിടെ ഈ പഞ്ചായത്ത് ഇമ്മനും മഞ്ഞപ്പീത്തായി ഇന്റർലോക്കായി അറിയില്ലേ?
ഇരിക്കവിടെ ചിലക്കാതെ അസപ്പ് പോയിട്ട് വരും ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ. ഓരോ ഇറങ്ങേറുണ്ടാക്കി വെക്കും. രണ്ടാളും കൂടി കയറ്റി കൂടെ നിൽക്കാൻ വേണ്ടി വല് കായ് ഒരാട് പോയി കിട്ടി. ഇരിക്കവിടെ മൂപ്പരിവിടെ ഉണ്ട്. ആ അവിടെ ഉണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നിട്ട് കേറാ സർപ്പോ എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. അങ്ങോട്ട് ഇരിക്ക്. ഇങ്ങോട്ട് മാറി കൊടുക്കടാ. അതും വേണം. ആ ഓനോട് ഇരുന്നോട്ടെ. അപ്പൊ എന്താ ചെയ്യാൻ പറ്റിയ? എന്താണല്ലേ വണ്ടിയിലാ? ആ വണ്ടിമേലേ മോനും മോന്റെ 3 ചങ്ങായിമാരുണ്ട്. ഹെൽമെറ്റും ഇല്ല. 2000 റുപ്യന്റെ പേപ്പർ കിട്ടിയാണ്. വണ്ടിമേലൊക്കെ 3 ആൾ വെച്ച് പോലാടാ. പറഞ്ഞു കൊടുക്കാനെ. അതിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നോക്കട്ടെ. നമ്മളെ SIന്റെ പരിചയക്കാരനാ. ഇടപെട്ടപ്പോ ശരിയാവുന്ന നമുക്കറിയാലോ. അതൊന്നുമില്ല, നമുക്ക് തീരുമാനാക്കാം. ഉറുപ്പ്യ കൊടുക്കാതെ കഴിച്ചിട്ടാവുന്നോ നോക്കാം. എല്ലാരും ഞാനത് കൂട്ടിട്ട് പോല. ചാവി മോന്റെ ഉമ്മാന്റെ അടുത്ത് കൊടുക്കും. അത് എങ്ങനെ കിട്ടണെന്ന് എനിക്കറിയില്ല. അവളറിയണില്ല ചാവി ഉണ്ടോണ്ടേ. ഓല അങ്ങനെ തന്നെ നമ്മളാട് തീരാൻ കാത്തിക്കല്ലേ. അടിച്ചടിച്ച് എന്റെ കൈ. അത് നിങ്ങൾ ബേജാറുണ്ടാ? അത് ഞാൻ സ്റ്റേഷനിൽ പോയി കേട്ട് അവർക്ക് ഒന്നും കൊടുക്കാതെ റെഡിയാക്കി തരാം. ചായ വെള്ളം എന്തെങ്കിലും? ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞ് വരാം. ശരി. അല്ല സപ്പുവാ ഇപ്പൊ എന്താ അതിനൊരു വൈ? അത് കുഴപ്പമൊന്നുമില്ല. എത്ര ഇപ്പൊ 2000 അല്ലേ അന്ന്? 2000 അടിയണി. 2000 വേണാ? അതൊന്ന് കയ്യിൽ പിടിച്ചാനേ ഒന്ന് കരുത്തിന് നല്ലതാ. 500 റുപ്യ കൊടുക്കണവര്. ആ നിങ്ങളൊന്നും പിടിച്ചണ്ട. കേസൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ആ പൈസ ഉണ്ട് തരും. ഇടപെട്ട ശരിയാവും നിനക്കറിയാലോ. അതിപ്പോ എന്നെ വിളിച്ച കയ്യിലേ പൈസ കൊണ്ടെടുക്കണ നല്ലതാ. അവിടെ എന്തെങ്കിലും കൊടുക്കണ്ടെന്നാലേ നോക്കാം. ഇനി അങ്ങനെ ഒന്നും വണ്ടിയിൽ പോന്നിട്ടാ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോയാൽ മതി. വെറുതെ ഒന്നും വേണ്ട. ഞാനൊരു കല്യാണം എന്നാ ഞാൻ ഇറങ്ങിയാലോ? എന്നാ ആയിക്കോട്ടെ. എന്നാ പോയിട്ട് വരാം. ആയിക്കോട്ടെ. എന്തോടാ ആ വണ്ടിയാണ് കയറ്റിട്ടാ? വണ്ടിയാണ് കയറ്റിടാൻ. എന്തായാലും നമ്മളെ അസർപ്പ ഇടപെട്ടോണ്ടേ വല്ല ബേജാറൊന്നുമില്ല. ഇനി മേലില് പരിപാടി ചെയ്യരുത്. ഇപ്പം പറഞ്ഞിട്ടില്ല ജി? കേക്കുണ്ടായി പറയണതൊക്കെ. തലച്ചോറും ഇല്ല, ചെവിയില്ല, ബാക്കിയില്ല. ഞാൻ കൊണ്ടുപോയി വെച്ചോടുത്ത് അങ്ങോട്ട് ഇടും. ഇങ്ങോട്ട് ആ ചാവി ഇടിന്റെ കൈക്കൊക്കെ ഉണ്ടാ. അല്ല ആചാര്യ. സർപ്പ വണ്ടി ഇവിടെ? വണ്ടി അവിടെ ഉണ്ട്. അതല്ല എന്താ ഇപ്പൊ പോയതൊക്കെ റെഡി ആയിക്കണേ. നിങ്ങളൊരു 500 റുപ്യ കൂടി കട്ടിണി. അല്ല സർപ്പ തിങ്ങത്തിന് 2000 തന്നില്ലേ? അതല്ലാന്നേ SI മാറിയിക്കണേ. SI മാറി. ഞാൻ അവിടെ ആണെങ്കിൽ ഇപ്പൊ മറ്റേ പകർച്ചവ്യാധി ഉണ്ടല്ലോ, മാസ്ക് ഇടാൻ മറന്നുപോയി. അതിനൊരു 500 റുപ്യ എനിക്ക് ഫൈനും വന്നു. ആകെ സ്വീപ്പായി. ഒരു 500 റുപ്യ ഇട്ടണി. എന്താ ഇപ്പൊ ഇങ്ങനെ ആയത്? മറ്റേതൊക്കെ റെഡി ആക്കിക്കണ്ടാ. എന്നാ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഇപ്പൊ പണ്ടാരണ്ടോ പറഞ്ഞാൽ കുടിച്ചിലും വലുതാണല്ലോ ഇപ്പൊ മാളത്തില്. 2500 പോയി. ബാബു എന്നിട്ട് വാ, എന്റെ പുറം ഞാൻ പൊളിച്ചരാ. എവിടെ അസർപ്പടന്നേനി 500 റുപ്യ വാങ്ങി. 500 റുപ്യ വാങ്ങിയ? നേരത്തെ 2000 വാങ്ങി. എന്റെ മുന്നിന്നല്ല വാങ്ങിയത്. മാസ്ക് ഇടാതെ പോയിക്കണ ശേഷം എനിക്ക് ഇത് എന്റെ പ്രശ്നം പരിഹരിച്ചാൻ. ആന്റെ അത്രയും തലച്ചോറില്ലാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ എനിക്ക്. ഇനി മേലില് വണ്ടി തൊട്ടുപോകൽ പറഞ്ഞ മനസ്സിലാക്കി. 2500 റുപ്യ എനിക്ക് ചെലവായത്. എത്ര? 2500. ഓർമ്മ ഉണ്ടായാൽ മതി എനിക്ക്.